ധനഹ രണ്ടാം ഞായർ. യോഹന്നാൻ 1:14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് ധനഹ രണ്ടാം ഞായറാണ്. ധനഹായുടെ ഉൾക്കാഴ്ചയും ആശയങ്ങളും കൂടുതൽ വ്യക്തമാക്കുന്ന സുവിശേഷമാണ് ഇന്നത്തേതും. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന ഏറ്റവും ആഴമായ ദൈവിക വെളിപാടിൻ്റെ അർത്ഥം ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ തുടർന്നുള്ള വാക്കുകൾ. കർത്താവ് ഈശോയെക്കുറിച്ചുള്ള വെളിപാടിൻ്റെ അർത്ഥവ്യാപ്തി കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന വാക്കുകൾക്ക് പിന്നിലെ ഉൾക്കാഴ്ച മനസ്സിലാക്കുവാൻ നമുക്ക് ആദ്യമായി പരിശ്രമിക്കാം. വചനം അതിൽ തന്നെ അദൃശ്യവും അശ്രാവ്യവുമാണ്. അത് ദൃശ്യവും ശ്രാവ്യവുമാകുന്നത് അത് മാംസം ധരിക്കുന്നത് കൊണ്ടാണ്. വചനം മാംസം ധരിക്കുന്നത് മനുഷ്യനായിട്ടാണ്. മനുഷ്യനാണ് വചനത്തിൻ്റെ ദൃശ്യ സാന്നിധ്യം. നമ്മുടെ ഉള്ളിലുള്ള വചനം ഒരു സാന്നിധ്യമാണ്. അത് നമ്മുടെ ഉള്ളിൽ ഒരു ഭവനത്തിലെന്ന പോലെ വസിക്കുന്നു. മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന വചനം ഉച്ചരിക്കുന്നത് അധരം കൊണ്ടും നാവുകൊണ്ടുമാണ്. അപ്പോൾ അത് ശ്രാവ്യമാകും. അങ്ങനെയാണ് വചനം മാംസമാകുന്നത്. എത്രയെത്ര വിധത്തിലാണ് നമ്മൾ വചനം ശ്രാവ്യവും ആകർഷകവും ശ്രദ്ധേയവും ആക്കുന്നത്. പ്രഭാഷണമായി, ഗാനമായി, ആലപനമായി ഒക്കെ നമ്മൾ വചനത്തിന് ആകർഷകമായ ആവിഷ്കാരം കൊടുക്കുന്നു. രണ്ടാമതായി, മാംസം ധരിച്ച വചനത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്ന് സുവിശേഷകൻ പറയുമ്പോൾ ആ വാക്കുകളുടെ അന്തസ്സത്ത നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിസ്തുവിലൂടെ വെളിവാകുന്ന മഹത്വം സത്യവും കൃപയും നിറഞ്ഞതാണ്. കൃപ എന്നതിനെ താഴ്ന്നിറങ്ങുന്ന സ്നേഹമെന്ന് വിളിക്കാം. നമ്മെ തേടിയിറങ്ങി വന്ന സ്നേഹത്തെയാണ് കൃപ എന്ന വാക്കുകൊണ്ട് യോഹന്നാൻ വിവക്ഷിക്കുന്നത്. അതുപോലെ സത്യത്തിൻ്റെ നിറവും പൂർണ്ണതയുമാണ് ആ വചനം. സത്യത്തിന് മഹത്വവും പ്രസരിപ്പുമുണ്ട്. അങ്ങനെ സ്നേഹവും സത്യവും പ്രകാശിതമാകുന്നതാണ് നമുക്ക് ദർശിക്കുവാൻ സാധിച്ചത്. വചനം പ്രവൃത്തിയാകുമ്പോൾ അത് ആവിഷ്കൃതമാകുമ്പോൾ നമുക്ക് ഒരാളുടെ മുഖഭാവത്തിലൂടെയും സമീപനത്തിലൂടെയും അത് ദർശിക്കുവാൻ സാധിക്കും. അത് സത്യസന്ധമോ ആ ആവിഷ്കാരങ്ങൾ എന്ന് സംസാരിക്കുന്ന നമ്മുടെ ആ ആളുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവീശോയിലൂടെ വെളിവായ ദൈവത്തിൻ്റെ മഹത്വം അവിടുത്തെ ഏകജാതൻ്റെ മഹത്വമാണ്. അത് മറ്റാർക്കും അവകാശപ്പെടാവുന്നതല്ല. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ മൂന്നാമത്തെ ഉൾക്കാഴ്ച. ഏകജാതൻ്റെ മാംസം ധരിക്കലിന് അത്രമാത്രം തനിമയുണ്ട്. ദൈവപുത്രൻ്റെയും ഒപ്പം പിതാവിൻ്റെയും തനിമയാണ് കർത്താവ് മനുഷ്യനായി അവതരിച്ചപ്പോൾ വെളിവായത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ തനിമയുണ്ട്. എന്നാൽ തനിമയോടെ വചനം പ്രഘോഷിക്കുവാനും സത്യവും സ്നേഹവും കൊണ്ട് വാക്കുകളെ നിറയ്ക്കുവാനും നമുക്ക് സാധിക്കുമോ? സാധിക്കുന്നില്ല എന്നതാണ് സത്യം. അതിലേക്ക് നമ്മൾ ഇനിയും ഒത്തിരി വളരേണ്ടതുണ്ട്. തനിക്ക് പിന്നാലെ വരുന്നവൻ തനിക്ക് മുമ്പേയുള്ളവനാണെന്ന് പറയുന്ന യോഹന്നാൻ മാംസമായി തീർന്ന മനുഷ്യനായി തീർന്ന ദൈവവചനത്തിൻ്റെ നിത്യതയെ വെളിവാക്കുന്നുണ്ട്. എല്ലാ സൃഷ്ടികൾക്കും പിന്നിലുള്ളത് വചനമാണ് എന്ന സൂചനയുണ്ട് ഈ വാക്കുകളിൽ. അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. സൃഷ്ടികർത്താവാണ് വചനമെന്നും ഇവിടെ വെളിപ്പെടുകയാണ്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ നാലാമത്തെ ഉൾക്കാഴ്ച. അവിടുന്ന് തൻ്റെ കൃപ കൊണ്ട് നമ്മെ സമ്പന്നരാക്കിയെന്നും തുടർന്നുള്ള സുവിശേഷവാക്യം വെളിപ്പെടുത്തുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് നമ്മൾ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചത്. ആ കൃപ ദൈവത്തിൻ്റെ പൂർണ്ണമായ ദാനമാണ്. അത് മോശയുടെ നിയമത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള വ്യവസ്ഥയില്ലാത്ത ദാനമാണ് എന്നാണ് അടുത്ത സുവിശേഷവാക്യം വ്യക്തമാക്കുന്നത്. ഇതാണ് അഞ്ചാമത്തെ ഉൾക്കാഴ്ച. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന വാക്യം ഇന്നത്തെ സുവിശേഷത്തിലെ ഏറ്റവും ആഴമായ സത്യമാണ്. ദൈവത്തെ വെളിപ്പെടുത്തിയത് മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ തന്നെയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം അദൃശ്യനായ ദൈവത്തെ നമുക്ക് ദൃശ്യവും ശ്രാവ്യവുമാക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു. ഇതാണ് എല്ലാം പൂർത്തിയാക്കുന്ന അവസാനത്തെ ഉൾക്കാഴ്ച. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ സത്യമാണ് ഇത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. എങ്കിലും എങ്ങും എപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യനിലൂടെ ഈശോനാഥൻ അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. ഏതൊരു മനുഷ്യനും ദൈവത്തെ സത്യമായും കരുണാർദ്ര സ്നേഹമായും വെളിപ്പെടുത്തുവാൻ സാധിക്കും. ദൈവമനുഷ്യൻ്റെ ശരീരവും മനസ്സും അധരങ്ങളും മുഖഭാവവും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് സ്വയം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ദൈവം ദൃശ്യനാകുന്നു.
നമ്മിൽ വസിച്ചുകൊണ്ടാണ് ദൈവപുത്രൻ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലിനുള്ള ഉപകരണമായിത്തീരുന്നു. ദേനഹ നമ്മുടെ കണ്ണ് തുറപ്പിക്കണം ദൈവത്തെ കാണാൻ, ഒപ്പം മനുഷ്യനെയും, അല്ലെങ്കിൽ മനുഷ്യനിൽ ദൈവത്തെ കാണാൻ. കാണാത്ത ദൈവത്തെക്കുറിച്ചാണ് മതങ്ങളിലും ദൈവത്തിലും വിശ്വസിക്കാത്തവരും തർക്കങ്ങളിൽ ഏർപ്പെടുന്നത്. മനുഷ്യനിൽ കോടാനുകോടി രൂപങ്ങളിൽ പ്രത്യക്ഷനാകുന്ന ദൈവത്തിൻ്റെ കരുണയുടെ മുഖം ദർശിക്കുവാൻ സാധിക്കാത്തവർക്ക് എങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയാൻ സാധിക്കും? കരുണ, സ്നേഹം, സത്യം, സൗന്ദര്യം, നന്മ എന്നിങ്ങനെയുള്ളവയെല്ലാം പ്രകാശിതമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിലാണ്. കോടാനുകോടി മുഖങ്ങൾ, എല്ലാ തലമുറകളിലുമുള്ളവർ ഒന്നിച്ചാണ് ദൈവത്തിൻ്റെ മുഖം വെളിവാക്കുന്നത്. അവരുടെ ഹൃദയവികാരങ്ങളുടെ ആവിഷ്കാരമായി അവർ ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് പിന്നിൽ മാംസം ധരിച്ച വചനം തന്നെയാണ്. അത് അംഗീകരിച്ച് പറഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ വാക്കുകൾ നമുക്കിവിടെ ഓർത്തെടുക്കാം. അവർക്ക്, നിങ്ങൾ ഇതൊക്കെ ചെയ്തപ്പോൾ എന്നോടാണ് നിങ്ങൾ ഇത് ചെയ്തത്. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു.